നമസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ഓഹരി കൈമാറ്റം സംബന്ധിച്ച് കുറേയധികം ചർച്ചകളും വിവാദങ്ങളുമൊക്കെ നടക്കുകയാണ്. ഒന്നാം ഘട്ടം കഴിഞ്ഞു, 1000-ലധികം കപ്പലുകൾ വന്നു. രണ്ടാം ഘട്ടത്തിൻ്റെ പണി പുരോഗമിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ഈ സ്വപ്ന പദ്ധതിയിൽ എന്തൊക്കെ നേടാനാവും, അല്ലെ എന്തൊക്കെ ലഭിക്കും, ഇത് സ്വർഗതുല്യമായി തീരപ്രദേശം മാറും എന്ന് ആഗ്രഹിച്ച് സന്തോഷിച്ച് കഴിഞ്ഞ ആൾക്കാരുടെ മുകളിലേക്ക് ആശങ്കയും ഒരു കരിനിഴലും പരത്തുന്ന പോലെയാണ് ഈ ചർച്ചകൾ. അദാനി തുറമുഖം നടത്തുന്നു, ആ തുറമുഖം വികസിക്കുന്നു, ആ കപ്പലുകൾ വരുന്നു, കണ്ടെയ്നറുകൾ പുറത്തേക്ക് വരുന്നു, അതിനനുസരിച്ച് തൊഴിൽ അവസരങ്ങൾ വരുന്നു, മത്സ്യമേഖലയിലുള്ളവർക്ക്, അനുബന്ധ മേഖലയിലുള്ളവർക്ക് മറ്റു തൊഴിലുകൾ കിട്ടുന്നു. അങ്ങനത്തെ ഒരു സ്വപ്നമായിരുന്നു നമ്മുടെ മനസ്സിൽ. പക്ഷേ ഇപ്പോൾ അത്തരം സ്വപ്നങ്ങൾക്ക് ഒരു ചെറിയ ബ്രേക്ക് ഇട്ടതുപോലെയാണ്. കാരണം ഈ തുറമുഖത്ത് നിന്ന് ഈ ഒരു ഒന്നാം ഘട്ടം ഈ 1000 കണ്ടെയ്നറുകൾ വന്നപ്പോൾ ഒരു കണ്ടെയ്നർ പോലും പുറത്തേക്ക് വരികയോ ഒരു കണ്ടെയ്നർ പോലും അകത്തേക്ക് പോവുകയോ ചെയ്തില്ല. അപ്പോൾ ഇത് കണ്ടെയ്ൻമെൻറ്റ് ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ്. കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ വന്ന് മറ്റൊരു കപ്പലുകളിലേക്ക് കയറ്റി അത് വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് പലരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ വികസനം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഇപ്പോൾ അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലം കഴിഞ്ഞ് പുതിയ സർക്കാർ വന്നു. സമുദ്ര മിഷൻ, സമുദ്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടും നമ്മുടെ തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടും വലിയൊരു വികസന സ്വപ്ന പദ്ധതിയും കൂടെ ആവിഷ്കരിച്ചപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ എങ്ങനെയെന്ന് പറയുന്നത് ഈ നമ്മുടെ ആൾക്കാർക്ക് നമ്മുടെ മേഖലയിൽ എങ്ങനെ തൊഴിലവസരം, സ്ഥലങ്ങളുടെ വില വർധനവ്, ഓഫീസുകൾ വരുന്നു. ഇവിടെ ഒരു ഷിപ്പിംഗ് കമ്പനിയോ അല്ലെങ്കിൽ ഈ മാരിടൈം അഡ്വക്കേറ്റുമാരോ ഒന്നും ഈ വിഴിഞ്ഞത്ത് കേന്ദ്രീകരിച്ച് ഓഫീസ് പോലും എടുത്തിട്ടില്ല. ഷിപ്പിംഗ് കമ്പനികൾ സ്പേസ് എടുത്തിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണത്? ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ആശങ്കയുണ്ട്. പക്ഷേ അതിനൊക്കെ മുകളിൽ ഇപ്പോൾ ഒരു പുതിയൊരു ഒരു വാർത്ത പരന്നിരിക്കുന്നത്, ടാറ്റ കമ്പനി കപ്പൽ നിർമ്മാണശാല തുടങ്ങും. അത് നല്ലൊരു സന്തോഷം പകരുന്ന വാർത്തയാണ്. അത് ഇതിനു മുമ്പ് BJPയുടെ പ്രകടന പത്രികയിൽ അവർ പറഞ്ഞിരുന്നു, ഇങ്ങനെ രാജീവ് ചന്ദ്രശേഖർ ഒരു വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് പുല്ലുവിള കേന്ദ്രീകരിച്ച് കപ്പൽ നിർമ്മാണശാല തുടങ്ങാനുള്ളൊരു പദ്ധതി. അപ്പോൾ ഇത് ടാറ്റ കമ്പനി വന്ന് ഒരു കപ്പൽ നിർമ്മാണശാല തുടങ്ങുകയാണെങ്കിൽ അത് വലിയൊരു തൊഴിലവസരവും വലിയൊരു സാധ്യതയും തുറക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു കൊല്ലത്തെ ഒരു ഹാർബർ ഉണ്ട്, കേരളത്തിലെ ഏറ്റവും വലിയ ഫിഷിംഗ് ഹാർബറാണ്. അപ്പോൾ അവിടെ ആയിരക്കണക്കിന് ബോട്ടുകൾ വരികയും പോവുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ ബോട്ട് ബിൽഡിംഗ് യാർഡുകളുണ്ട്, നിരവധി പേർക്ക് തൊഴിൽ കിട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അതുപോലൊരു വലിയ കപ്പൽ നിർമ്മാണശാലയും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും അത്തരം ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ വന്നാൽ ഈ വികസനം സാധ്യമാകും എന്ന് നമുക്ക് കരുതാം. ഇപ്പോൾ ഈ വിഴിഞ്ഞം ഷെയറിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചയാണ് ഈ ആശങ്ക പരത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് അദാനി തുറമുഖം, MSCക്ക് 49% ഷെയർ നൽകുന്നു അവരുടെ സഹ കമ്പനിയായ ടില്ലിന്. അപ്പോൾ ആ ടിൽ എന്ന് പറയുന്ന കമ്പനിക്ക് 49% ഷെയർ നൽകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അദാനി സെബിയിൽ കൊടുത്ത അപേക്ഷയിൽ അവർ പറയുന്ന മുണ്ടി എന്ന് പറയുന്ന കമ്പനിക്കാണ് നൽകുന്നത്. ഈ മുണ്ടി എന്ന് പറയുന്ന കമ്പനിക്ക് നൽകുന്നു എന്ന് സെബിയിൽ അവർ കൊടുത്ത അപേക്ഷയിൽ പറയുമ്പോൾ ടില്ലെന്ന് പറയുന്ന കമ്പനി ഒരു അമേരിക്കൻ കമ്പനിക്ക് ആൾറെഡി അവരുടെ 20% ഷെയർ നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു വൈരുദ്ധ്യങ്ങളാണ് കാണുന്നത്. ഇത് കൺസെഷൻ എഗ്രിമെൻറ്റിൽ പറഞ്ഞതിനനുസരിച്ച് അല്ല, ചില വൈരുദ്ധ്യങ്ങൾ കാണുന്നു. അപ്പം ഇത് അമേരിക്കൻ കമ്പനിക്കാണ് കൊടുക്കുന്നത്. അമേരിക്കൻ കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അമേരിക്കൻ സ്വാധീനം, ഇപ്പോൾ തന്ത്രപ്രധാനമായ നമ്മുടെ ഈ വിഴിഞ്ഞം തുറമുഖത്തിൽ അത്തരം സ്വാധീനങ്ങൾ ഉണ്ടാകാം, പല കാര്യങ്ങളും ഭാവിയിൽ ഉണ്ടാകും. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളതിൻ്റെ മാരിടൈം വിദഗ്ധരൊന്നുമല്ല. പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആശങ്ക പരത്തുന്നത്. അതുപോലെ തന്നെ ഈ സർക്കാരുകൾ മാറി മാറി വരുമ്പോൾ നിലപാടുകളുണ്ട്, അതിൻ്റെ സമീപനങ്ങളുണ്ട്. മുൻ സർക്കാരിൻ്റെ കാലത്ത് അവർ ഇതിനകത്ത് ഒരുപാട് വിട്ടുവീഴ്ചകൾ അദാനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അദാനിക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ ഈ പോർട്ട് ഡ്യൂസ് എന്ന് പറയുന്നത് ഏതാണ്ട് 48 കോടി, 1000 കപ്പലുകൾ വരുമ്പോൾ 48 കോടി സർക്കാർ ഖജനാവിലേക്ക് വരേണ്ടതാണ്. അപ്പോൾ അത് വേണ്ട എന്ന് മാരിടൈം ബോർഡ് സർക്കാരിലേക്ക് എഴുതി കൊടുക്കുകയും അത് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അത് സർക്കാരിന് വരേണ്ട വരുമാനമാണ്. GST കിട്ടുന്നതിനോടൊപ്പം തന്നെ പോർട്ട് ഡ്യൂസും നമുക്ക് കിട്ടേണ്ട ഒരു വരുമാനമാണ്.
ഇപ്പോൾ ആകെ നമുക്ക് ലഭിക്കുന്ന ഡയറക്റ്റായിട്ടുള്ള വരുമാനങ്ങളിലൊന്നാണത്. അതുപോലെ തന്നെ ഈ ആർബിട്രേഷനിൽ കാലാവധിയെ സംബന്ധിച്ചുള്ളതിലുമൊക്കെ പിന്നെ എഗ്രിമെൻ്റ് തന്നെ തിരുത്തി അവർക്ക് വേണ്ട വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ പദ്ധതി വരാൻ വേണ്ടി അത്തരം വിട്ടുവീഴ്ചകൾ ചെയ്യാം എന്നിരിക്കെ പുതിയ സർക്കാർ വരുമ്പോൾ അവരും ഈ പദ്ധതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അപ്പോൾ അത് ഒരു പൊതുവായി ഈ ഒരു പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത്തരം വൈരുദ്ധ്യങ്ങളും ഇത്തരം ആശയക്കുഴപ്പങ്ങളും വിവാദങ്ങളും പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ ഇത് ഈ മേഖലയിൽ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തീരമേഖലയിൽ ഒരു അത്ഭുതാവഹമായ മാറ്റമുണ്ടാക്കും എന്ന് പറഞ്ഞ ഈ തുറമുഖ പദ്ധതി ഒരു ആശങ്കയുടെ കരുനിഴൽ പരത്തുന്നോ എന്ന് ഒരു സംശയിച്ചു പോകും.